സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് സ്കോട്ട്ലൻഡിലാണ്. സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്ഗോയിലാണ്. നമ്മൾ ഗ്ലാസ്ഗോയിൽ എവിടെയാണെന്ന് പറഞ്ഞേ സാറാ? ക്രിസ്മസ് മാർക്കറ്റ്. അതെ. അപ്പോൾ പറയാം സാറാ, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലാസ്ഗോ ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. കം ഓൺ. എക്സാക്ട്ലി പച്ചപ്പയറിരിക്കുന്ന പോലെ തന്നെ. ഒറ്റയടിക്ക് താഴെ കിട്ടും. നമ്മളിന്ന് സ്കോട്ട്ലൻഡ് ഗ്ലാസ്ഗോയിലാണുള്ളത്. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഒന്ന് ഇവിടുത്തെ ടൗണൊക്കെ ചുമ്മാ ഒന്ന് നടന്ന് കാണണം. അതുപോലെ തന്നെ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടു. അപ്പം അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതെ. അപ്പോൾ നമ്മളിപ്പം ക്രിസ്മസ് മാർക്കറ്റിൻ്റെ അടുത്താണുള്ളത്. ഫുൾ ലൈറ്റിങ്ങും കടകളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അത് മാത്രമല്ല, നമ്മളുടെ ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഭയങ്കര ലൈറ്റ് ഒക്കെ വെച്ച് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഗ്ലാസ്ഗോയുടെ മെയിൻ സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പേര് ജോർജ് സ്ക്വയർ അല്ലേ? അതെ. ഓ മൈ ഗോഡ്, ഇതിന്റെ ക്രിസ്മസ് ട്രീ നല്ല വലിപ്പമുണ്ട്. ഒരുപാട് ആൾക്കാരും ഉണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ? ഇതാണ് കേട്ടോ ഗ്ലാസ്ഗോയിലെ ക്രിസ്മസ് മാർക്കറ്റ് എൻട്രൻസ്. സോ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് റൈഡുകളൊക്കെ കാണാൻ പറ്റും, വെറൈറ്റി ആയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പേടിയാവും, പക്ഷേ എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് റൈഡുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്ലാസ്ഗോയിലെ ജോർജ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ റൈഡുകളൊക്കെ കണ്ടിങ്ങനെ ഫ്രണ്ടിലേക്ക് നടക്കുവാണ്, ഏതിലാ കയറണ്ടേ എന്നൊക്കെ നോക്കി. ഓ, ഞാൻ ഇതിൽ കയറണം വേണ്ടെന്ന് ആലോചിച്ചാ. ഇല്ല. വാവ്, അത് നോക്കി, ആ ബിൽഡിങ് ഡെക്കറേറ്റ് ചെയ്തേക്കണേ. ഇതാണ് കേട്ടോ ഗ്ലാസ്ഗോ സിറ്റി ചേമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്. ഇതൊക്കെ എന്നാ രസമായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ശരിക്കും പറഞ്ഞാൽ നിന്ന് പോകുന്നത് ഇതൊക്കെ കണ്ട് സൂപ്പറാണ്. അപ്പോൾ ഞാനും നോബിളും ലാലേട്ടയും കൂടി റൈഡ് കയറാൻ വേണ്ടി തീരുമാനിച്ചു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ റൈഡ് ഉള്ളത്. അപ്പം നമുക്ക് മുകളിൽ പോയിട്ട് എൻ്റയർ സിറ്റി ഗ്ലാസ്ഗോയുടെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും, അങ്ങനെയാണ് കരുതുന്നത്. പക്ഷേ എനിക്കുള്ളിലൊരു പേടിയുണ്ട് കേട്ടോ, നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അത് തന്നെ ഓരോ ഡൗട്ട് ചോദിച്ചോണ്ടിരിക്കുക. എടുത്തോ, നോക്കില്ലേ? ഭയങ്കര സ്പീഡിൽ താഴേക്ക് പോവാൻ.
നിൽക്കുവാ. അത്ര മോളിൽ താഴേക്ക് കിട്ടല്ലേ? ഒറ്റയടിക്ക് താഴേക്ക് ഇട്ടു. ഇതെന്താ വേറെ വെറൈറ്റി സോസേജസ് ഒക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് അടിയിൽ നിന്ന് ഡയറക്റ്റ് ഫയറിൽ നിന്ന് അവർ ആക്കുന്നാന്ന് തോന്നുന്നു. തടിയല്ലേടാ കത്തിക്കുന്നത്? നടന്ന് ഫുഡ് ഐറ്റംസ് കണ്ട് നല്ല വിശപ്പ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോടാ? അതെ, പോയി നോക്കാം എന്തെങ്കിലും ഉള്ളതെന്ന്. കുറെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എന്നാ നോക്കി കഴിക്കാം. എന്നാ മേടിച്ചേ? എന്തോ ഒരു ജർമ്മൻ സോസേജ് ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണേ. നോക്കാം. പിന്നെ അങ്ങോട്ടൊരു സൈഡ് വലിവ്. ജ്വല്ലറികളൊക്കെ കണ്ടാൽ പിന്നെ ഞങ്ങൾ സ്ത്രീകൾക്കൊരു സൈഡ് വലിവ് ഉണ്ടാവുമല്ലോ. ഇവിടെ അങ്ങനെ പല ഡിഫറെൻറ്റ് വെറൈറ്റി ജ്വല്ലൽസും ഉണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ റിങ്ങൊക്കെ ഭയങ്കര ഭംഗിയാണ് അല്ലേ? റിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട് റിങ്, ഹിയറിങ്സ് എല്ലാം ഉണ്ട്. ഞാൻ മേടിക്കുന്നതിന് നോബിളുടെ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. എടാ ഇതാണ് പല കളറിലൊക്കെ ഉള്ളതുണ്ട്. ഇത് വേറൊരു പോർഷനാണ്. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ, നല്ല എന്ത് രസമാണെന്ന് നോക്കിയാൽ കുട്ടി പ്ലേറ്റും അതുപോലെ വലിയതും. ഇതെന്നാ നോക്കി നിൽക്കുന്നേ? എന്റെടാ ഞാൻ ആ റൈഡ് നോക്കി നിന്നതാ. അതിന്റെ മുകളിൽ കയറി അങ്ങനെ നിൽക്കണം ആകാശത്ത്? വേണ്ട അത്രയും ധൈര്യം എനിക്കില്ല സത്യമായിട്ടും. ഇത്ര നേരം എന്താ പറയുക അവരങ്ങനെ നിർത്താൻ നോക്കി. ഇനി ഒറ്റയടിക്കാണ് അതായിട്ടാക്കുന്നേ? അല്ല, പയ്യെ ആക്കുള്ളൂ. അത് ഇവിടെ താഴെ ആളെ കയറ്റാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ആ ഓക്കെ. അങ്ങനെ നമ്മള് കിങ്ഡം ഓഫ് സ്വീറ്റ്സിൽ എത്തിയിരിക്കുകയാണ് അല്ലേ നമ്മളെ? പിന്നെ വെറൈറ്റി സ്വീറ്റ്സ് ആണ്. എല്ലാം അടിപൊളി, കാണാൻ നല്ല രസമുണ്ട്, കഴിക്കാൻ. അതാണ് പാമ്പ് പോലെ ഇരിക്കുന്നത്. അതാണ് പച്ചപ്പയറാ? ആ എക്സാക്ട്ലി, പച്ചപ്പയർ ഇരിക്കുന്ന പോലെ തന്നെ. നമ്മള് വേറൊരു റൈഡിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ രസമുണ്ട്, കറങ്ങുമ്പോ എനിക്ക് എത്ര രസം തോന്നത്തില്ല. അതെ. അപ്പൊ നമ്മള് അടുത്ത റൈഡിൽ കയറിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, പക്ഷെ കണ്ണടച്ച് ഇടയ്ക്ക് ഞാൻ തുറന്നു. പക്ഷെ എനിക്ക് പേടിയാണ്. കരഞ്ഞടാ. എന്റെ കണ്ണിലേക്ക് നോക്കിയല്ല ഞാൻ എത്ര പേടിച്ചിട്ടുണ്ടെന്ന്. ശരിക്കും പേടിച്ചു. എനിക്ക് ഇപ്പോഴും വേറെ മാറിയിട്ടില്ല. ഐഡിയലി ഇത് പേടിപ്പെടുത്തുന്നതൊന്നും അല്ല, പക്ഷെ എനിക്കിങ്ങനെ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര പേടിയാണ്. നോർമൽ ഇഷ്ടമായതാണ് ഞാൻ ഇങ്ങനെ കമ്പനി കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും ഞാൻ കരഞ്ഞു.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റിലെ ഇന്നത്തെ വിശേഷങ്ങൾ. അതെ അതെ, ഭയങ്കര തിരക്കാണ്. എല്ലാവരും ഒരു ഇങ്ങനെ ഉത്സവ ലഹരിയിൽ ഫുള്ള് കറങ്ങി നടക്കുകയാണ്. ഒരുപാട് റൈഡ്സ് ഉണ്ട്, കിഡ്സിനുള്ളതും ഉണ്ട്, അതേപോലെ നല്ല അഡൽട്സിനുള്ള നല്ല ഡേഞ്ചറസ് ആയ കുറേ റൈഡ്സും ഉണ്ട്. ഞങ്ങൾ 1-2 ട്രൈ ചെയ്തു. പിന്നെ ഫുഡ് സ്റ്റാളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതുപോലെ നല്ല അടിപൊളി ഫുഡായിരുന്നു. പല വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്തു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മതിയാക്കും അല്ലേ? അതെ അതെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.